ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളതല്ല. മറിച്ച് ഓരോ രാജ്യങ്ങളിൽ ഇത്തരം ഇരട്ട നികുതി, ഇവർ രണ്ടുപേരും ഇരട്ട നികുതി വലിയ പാതകമാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇരട്ട നികുതി എന്നത് ഇവരുണ്ടാക്കി കൊടുത്തൊരു സൗകര്യമാണ്. കാരണം ഒരു തരത്തിലുള്ള നിസ്സാര നികുതി ഉള്ള രാജ്യങ്ങൾ, ഞാൻ പറഞ്ഞാൽ 28,000 ജനസംഖ്യ, 5 ലക്ഷം കമ്പനി. ആ കമ്പനിയിൽ ഒരു കമ്പനിക്ക് 50,000 കോടി രൂപയുടെ വിറ്റുവരവ്. എന്ത് വിറ്റുവരവ്? അതായത് ഇവിടുന്ന് അഴിമതി നടത്തിയിട്ട് അവിടെ പണം കൊണ്ടുപോവുക. പിന്നെ എങ്ങനെ പണം ഉണ്ടാവുന്നു എന്നുള്ള ഒരു പ്രശ്നം. അഴിമതി മാത്രമല്ല, അതുപോലെ നികുതി വെട്ടിപ്പ് മാത്രമല്ല. ഞാൻ പറയട്ടെ, ഇന്നലെ ഒരു ഡോക്ടറുടെ കാര്യം പറഞ്ഞു. ഒരു ഡോക്ടർ, അയാൾക്ക് ഒരു സർജറിയുടെ ഫീസ് മിനിമം 50,000 രൂപയാണ്. ഒരു ദിവസം അദ്ദേഹം 15 സർജറി നടത്തുന്നു. എത്ര രൂപയായി നോക്ക്. അപ്പോൾ അങ്ങനെ അത്രയും വലിയ വരുമാനമുള്ള ഒരു ഡോക്ടർ ഒരു കാരണവശാൽ ഈ പണം മുഴുവൻ നേരായ വഴിയിൽ കൊണ്ടുപോകില്ല. അദ്ദേഹം ഓരോ മാസവും ഇത് വിദേശത്തേക്ക് കടത്തണം. അതാണ് മൗറീഷ്യസിൽ പോകുന്നതെന്ന് പറയുന്നത്. അതാണ് മറ്റ് ഇത്തരം രാജ്യങ്ങളിൽ പോകുന്നത്. അവിടെ അവർ സ്വന്തമായി അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസ എന്ന വ്യാജേന അവിടെ പണം നിക്ഷേപിക്കുന്നു. അത് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിന് ഇരട്ട നികുതി. അവിടെ നികുതി കൊടുത്തതല്ലേ, അതുകൊണ്ട് എന്തിന് നികുതി എന്ന് ഇവരൊരു സൗകര്യം ഉണ്ടാക്കുന്നു ഭരിക്കുന്ന കക്ഷികൾ. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇരട്ട നികുതി ഏർപ്പാട്. അല്ലാതെ യഥാർത്ഥത്തിൽ കാനഡയിലും അമേരിക്കയിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് നികുതി, അവിടെ നികുതി കൊടുക്കുന്നുണ്ട്, വലിയ തോതിൽ നികുതി കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങോട്ട് പണം കൊണ്ടുവരാൻ വലിയ റെസ്ട്രിക്ഷൻ ഉണ്ട്. അത്തരം പണത്തിന് ഈ ഇരട്ട നികുതി ബാധകമാണ്. പക്ഷേ ഉറവിടമേതെന്നറിയാതെ, എവിടെ നിന്ന് ഉണ്ടാക്കിയെന്നറിയാതെ, എല്ലാ സൗകര്യങ്ങളോടുകൂടി വ്യാജപ്പണം സൂക്ഷിക്കാൻ കഴിയുന്ന രാജ്യങ്ങളിലെ അക്കൗണ്ടുകളും കമ്പനികളും ഇരട്ട നികുതിക്ക് വിധേയമാക്കുന്നത് ഈ സൗകര്യം. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ മാഡിസൺ സ്ക്വയറിലെ നൃത്തമൊക്കെ നമ്മൾ കണ്ടല്ലോ. അങ്ങോട്ട് പോകുമ്പോൾ ഒരു വശത്ത് അഡാനിയും ഒരു വശത്ത് അംബാനിയുമായിരുന്നു. അതായത് കോർപ്പറേറ്റുകളാണ് ഭരണം നിയന്ത്രിക്കുന്നത്. ഈ കോർപ്പറേറ്റുകളുടെ ഭരണം എന്ന് പറയുന്നത് ലാഭം, സർവൈവൽ ഓഫ് പ്രോഫിറ്റ്. ഈ ലാഭത്തിന് വേണ്ടി നിൽക്കുമ്പോൾ സ്വാഭാവികമായും കള്ളപ്പണം ഉണ്ടാവും. അമിത ലാഭം കള്ളപ്പണത്തിലേക്ക് മാറും. ഈ കള്ളപ്പണം സൂക്ഷിക്കുക എന്നത് ഭരണാധികാരികളുടെ ചുമതലയായി മാറും. ആ ചുമതല നിർവഹിക്കുമ്പോൾ നമ്മൾ ആര് കൊണ്ടുവന്ന ലിസ്റ്റ് ഷാ പറഞ്ഞോ അല്ലെങ്കിൽ ഷാ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്നതിന് പകരം ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി വലിയ സൗകര്യം ലഭിച്ചു എന്നാണ് പറഞ്ഞ അദ്ദേഹം. എന്താ സൗകര്യം? ഈ പണം കടത്താനുള്ളതോ? അത് 1.25 ലക്ഷം കോടിയുടെയും മറ്റ് അതിനേക്കാൾ വലിയ തുകയുടെയും കണക്ക്, കൽക്കരിയുടെയും 2G സ്പെക്ട്രത്തിൻ്റെയും ഒക്കെ കണക്ക് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇതാ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇത് ആരാ നടത്തിയത്? ആകാശത്ത് വന്ന് പൊട്ടി വീണതല്ലോ. ഇത് നടത്തിയത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, അത്തരം കേസിൽ ഒന്നിലും ഇടപെടാത്ത പാർട്ടിയാണ് CPIM. CPIMന് ഏതെങ്കിലും കള്ളപ്പണ നിക്ഷേപം ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ലാവലിന്റെ കേസ് തള്ളിപ്പോയില്ലേ? എങ്ങനെ നിങ്ങൾ തള്ളിയോ? അല്ലല്ല, അത് വെല്ലുവിളി. അത് ഏത് വെല്ലുവിളിക്ക് തയ്യാറാണ്? അത്തരം അത് ഇവരാ പരിശോധിച്ചത്. ഇവര് പരിശോധിച്ചതാണ്. ഇരിക്കൂ. അവസരം ചന്ദ്രശേഖരൻ, ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് മനോജ് വളരെ ശക്തമായിട്ട് ബാധിക്കുന്നത് മറ്റ് പാർട്ടികൾക്കൊക്കെ കള്ളപ്പണം ഉണ്ടെങ്കിലും CPM ഒരിക്കലും കള്ളപ്പണമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ മൊത്തം കള്ളപ്പണക്കാരാണ് എന്ന് പറയുന്നതിനോട് വിയോജിക്കുന്നു. ഞാൻ പറയുന്നത് ഈ കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞു എന്ന് പറഞ്ഞ പോലെ മോഷണക്കാരനായിരുന്നാലും അമ്മ അത് ഏക്കൂല. അതുപോലെ ഒരാരും ഇതിനെ സമ്മതിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അനുകൂലമായിട്ട് മണിച്ചൻ ഉണ്ടാക്കിയ പൈസ ടാക്സ് കൊടുത്തതാ? അത് മണിച്ചനെ പാർട്ടിയല്ലേ ഉണ്ടാക്കിയത്? അല്ല, മണിച്ചൻ ഉണ്ടാക്കിയ പൈസ ടാക്സ് കൊടുത്ത പൈസ അല്ല, അത് കള്ളപ്പണം തന്നെയാണ്. ആ പണം വാങ്ങിച്ചിട്ടുണ്ട്. അതിന് സത്യനേശന് എന്തിനാണ് സത്യനേശനെ ജില്ലാ സെക്രട്ടറി പുറത്താക്കി? വാങ്ങിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വാങ്ങിച്ചു, ആവശ്യം പോലെ വാങ്ങിച്ചു, അടുത്ത ദിവസം നിന്നെ പുറത്താക്കി. അത് കഴിഞ്ഞാൽ സർവ്വ ബഹുമതിയും കൊടുത്തുകൊണ്ട് അടക്കും. അതാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയം, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് വിരോധിയല്ല, കോൺഗ്രസ് BJP വിരോധിയൊന്നും അല്ല. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഇത്തരത്തിൽ കള്ളപ്പണത്തിന് കൂട്ടുനിൽക്കുന്നത്. ഇടതുപക്ഷവും ഭരിച്ചു, അതുപോലെ കോൺഗ്രസും ഭരിച്ചില്ലേ? ഒരു ഡോക്ടർക്ക് 50,000 രൂപ വെച്ച് എവിടെ കൊണ്ടിടും എന്നുള്ളത് അറിയാമെന്നുള്ള 2 പാർട്ടിയുടെ നേതാക്കളുടെ ഇരിപ്പുണ്ട്. ഈ പണം കൊണ്ടുപോകാനുള്ള സൗകര്യം ഒരുക്കിയത് ആരാണ്? ഈ പണം 2 പാർട്ടിക്കും അതിൽ പങ്കുണ്ട്. 2 പാർട്ടിയും കൂടി തന്നെ ഈ ഡോക്ടർമാരുടെ പൈസ തൂക്കിക്കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അപ്പോൾ ഇതിൽ കരിചന്ദ്രന്മാരായിട്ട് ഇതില്ല. ഈ രാഷ്ട്രത്തിനെ സ്നേഹിക്കുന്നുവെങ്കിൽ രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കരുത്. എൻ്റെ പേര് പീർ മുഹമ്മദ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണോ? ഞാൻ മാസ്റ്ററായിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. യഥാർത്ഥത്തിൽ ഇപ്രാവശ്യം അധികാരത്തിൽ വരാൻ ഒരു പരിധിവരെ ഈ കള്ളപ്പണം ഈ വിദേശത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് അത് വീതിക്കുകയും അത് രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കുകയും 100 ദിവസത്തിന് മുമ്പേ ആ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ നിരവധി കാര്യങ്ങളാണ് പറഞ്ഞത് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന. പക്ഷേ ആ കാര്യങ്ങളിലോട്ടൊന്നും ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് യാതൊരു കാര്യവും പിന്നെ അതിനുശേഷം BJP ചെയ്യില്ല. പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം പറയണ്ട. കോൺഗ്രസ് നേരത്തെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ LPG ഗ്യാസ് വഴി പാവപ്പെട്ട വൃദ്ധരായവരെയും മറ്റേ ബാങ്കുകൾ വഴി കയറ്റിയിറക്കി ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തുകൊണ്ടാണ് ഒരു പരിധിവരെ ജനം ആഞ്ഞടിച്ച് നേരെ BJPയിലോട്ട് വന്നത്. പക്ഷേ BJP കോൺഗ്രസ് ജനങ്ങളെ കാട്ടി അപ്പുറത്ത് പോകുന്നൊന്നും ഇപ്പോഴത്തെ ജനങ്ങൾ ഭയക്കുന്നുണ്ട്.
അതുപോലെ തന്നെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല സംഘർഷാവസ്ഥയിലും മറ്റു തരത്തിലും പോകുന്നു. ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇപ്പോഴും സംശയിക്കുന്നുണ്ട് ഈ BJP ഗവൺമെൻറ് ഇനി പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കി ഒരു സമുദായത്തെ ക്രിയേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യുന്നു വളരെയധികം ഭയക്കുന്നുണ്ട്. ഇതിനൊക്കെ കാര്യമായ ലെവലിൽ BJP നേതാവും ഈ നമ്മുടെ കോൺഗ്രസിൻ്റെ രാജ്മോഹൻ ഉണ്ണിത്താനും അവരൊക്കെ പറഞ്ഞാൽ നന്നായിരിക്കും. ഓക്കെ അല്ലേ, പറയാം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ട് എല്ലാവർക്കും അവസരം. ആരോടെ ചോദ്യം ഉണ്ടോ? ചോദ്യം ജനറലി പറഞ്ഞു. ഇത് വിദേശത്തെ പണ നിക്ഷേപം ഒരുപാട് അജയകുമാറിനാണ്. വിദേശത്തെ പണ നിക്ഷേപം ഉള്ള ഒരാളുടെ ജ്യോതിബാസുവിൻ്റെ മകൻ വളരെ വർഷങ്ങൾക്ക് മുമ്പേ വിദേശത്തെ പണം ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ വിഷയം അതല്ല. ഞാൻ പറഞ്ഞു ജ്യോതിബാസു പല പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്ന ആൾ, ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതിബാസുവിൻ്റെ മകൻ ബിസ്കറ്റ് കിങ്. അദ്ദേഹം ഒഫീഷ്യലി ഔദ്യോഗികമായിട്ട് വിദേശത്ത് പണം നിക്ഷേപിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരുപാട് പേർ. ഞാൻ പറഞ്ഞത് ഈ കള്ളപ്പണത്തെ കുറിച്ച് നിക്ഷേപിക്കാൻ പാടില്ലെന്നുണ്ടോ? ഇല്ല, പാടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിക്ഷേപിക്കാം. കോൺഗ്രസോ അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞു കേന്ദ്രമന്ത്രി, പല കേന്ദ്രമന്ത്രിമാർക്കും പണം ഔദ്യോഗികമായിട്ട്, ഇപ്പോഴുള്ള കേന്ദ്രമന്ത്രിമാർക്കും മുൻപുള്ളവർക്കും ഈ സംസ്ഥാനത്തെ മന്ത്രിമാർക്കും എല്ലാം ഔദ്യോഗികമായി വിദേശത്തെ പണം നിക്ഷേപിക്കാം. അതിനുള്ള വ്യവസ്ഥാപിത മാർഗമുണ്ട്. ഞാനത് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണോ? അല്ല, ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ ഉപരിയായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. ഇപ്പം അല്ല ഞാൻ പറഞ്ഞത് ഈ ഇതിലുപരിയായിട്ട്. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ ഇത് കള്ളപ്പണത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഈ 627 ബാങ്കിലുള്ള അക്കൗണ്ട് ചിലപ്പോൾ കള്ളപ്പണമാണെന്ന് നിർബന്ധമില്ല. നമ്പർ 1 നമ്മൾ അടിസ്ഥാനമില്ലാത്ത ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് ആണോ അല്ലയോ എന്നല്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. 100 ദിവസം കൊണ്ട് 15 ലക്ഷം രൂപ ഓരോ ഇന്ത്യൻ പൗരനും അവകാശപ്പെട്ട പണം 100 ദിവസം തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അധികാരത്തിലേറിയ നരേന്ദ്രമോദി 100 ദിവസം 150 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് കള്ളപ്പണം തീർച്ചയായും ഈ രാജ്യത്തുണ്ട്. ഈ കള്ളപ്പണം എന്ന് പറഞ്ഞാൽ ഈ 627 അക്കൗണ്ടിനെ ബേസ് കൊണ്ട് മാത്രമല്ല ഉള്ളത്. ഈ 620 അക്കൗണ്ട് പണ്ട് നമ്മുടെ ചാരക്കേസ് പോലെയാണ്. ഇതുപോലെ പല അക്കൗണ്ടുകളിലും ഈ പൈസ ചിലപ്പോൾ ഇത് ഔദ്യോഗിക പൈസയായിരിക്കാം. പലരും ഡെപ്പോസിറ്റ് ചെയ്ത പല ആളുകൾക്കും ഇന്ത്യയിലെ മില്യൺസ് ഓഫ് ആളുകൾക്ക് വിദേശത്തെ പണം ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ പണം ആണോ അല്ലയോ, ഇതൊരു വെറുതെ പൊളിറ്റിക്കൽ ജിമ്മിക്കാണ് കഴിഞ്ഞ BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും കാണിച്ച് അധികാരത്തിലെത്താൻ വേണ്ടി മാത്രമുള്ള കുറുക്കുവഴിയായിരുന്നു. 123 കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അതൊക്കെ അറിയാം. ഈ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളോട് പറയുകയാണ്, ഇദ്ദേഹം ഈ 3 രാഷ്ട്രീയ പാർട്ടികളെയും വിഘടിപ്പിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തി പറഞ്ഞത്, ഇവിടെ എത്രയോ ഈർക്കിൽ പാർട്ടികൾ ഉണ്ടായി, അവർ മുഴുക്കി അഴിമതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ജനാധിപത്യ രാജ്യത്ത് ആർക്കും എത്രയും രൂപ എവിടെയും നിക്ഷേപിക്കാനുള്ള അവകാശമുള്ളതുകൊണ്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന 67 ചോദ്യം അതാണ്. അങ്ങനെ അവർക്ക് ഇഷ്ടം പോലെ എവിടെയും പണം നിക്ഷേപിക്കാൻ കഴിഞ്ഞതിൻ്റെ പേരിൽ അവർ അഴിമതിയല്ല, ഞാൻ 38 കൊല്ലം ജോലി ചെയ്ത എൻ്റെ ടെലിഫോൺ വകുപ്പിനകത്ത് നിന്ന് ഇഷ്ടംപോലെ രൂപ കോടിക്കണക്കിന് ചാക്കിലാണ് കെട്ടി നമ്മൾ കരുണാനിധിയിലെ ചെറുമോൻ കൊണ്ടുപോയത്. ഇതുപോലെ ഓരോ കേന്ദ്രമന്ത്രിമാരും ആവശ്യം പോലെ പണം ഉണ്ടാക്കി അന്യ സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്, അന്യ രാജ്യങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുണ്ട്. അതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരണം. അതിന്റെ ആവശ്യം ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്കാണ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ 15 ലക്ഷം രൂപയൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഈ സത്യം ഞങ്ങളുടെ പാവപ്പെട്ടവരുടെ കാശുകൾ ഈ രാജ്യത്തിന് വേണ്ടി, ഈ കടം കൊള്ളുന്ന ഈ രാജ്യത്തിന് വേണ്ടി പല വികസനത്തിനും ഉപയോഗിക്കണമെന്നുള്ളതാണ് നമുക്ക് ആവശ്യം. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് ഈ മോഡിയുടെ കൂടെ ഒന്നിച്ചു നിന്ന് അത് പുറത്തു 350 പേര് വിദേശത്ത് താമസിക്കുന്നത്. അവരെ നിങ്ങൾ എങ്ങനെ പിടിക്കും? അവരെ പിടിക്കാൻ പറ്റൂല. അവരവിടെയല്ലേ താമസിക്കുന്നത്. അപ്പൊ അവരെ പണം നിങ്ങളെങ്ങനെ പിടിക്കാം? മെനിയാന്ന് കേജ്രി അഗർവാൾ പറഞ്ഞു, പിന്നെ പത്രത്തിൽ വായിച്ചാണ്, പിന്നെ യഥാർത്ഥ ലിസ്റ്റ് പുറത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ 6000-ലേറെ പേരുണ്ട്. അതിൽ 55,000 ഉണ്ട്. അതെ, ആ ലിസ്റ്റ് പുറത്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയെ പോലെ 4 ഇന്ത്യ വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ ഉറവിടം എന്താണ്? ഏത് തരത്തിൽ ഈ പൈസ നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ചൊക്കെ ഒരു വിവരണം പറഞ്ഞാൽ ഉപകരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി അവിടെ പിറകിൽ ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിച്ചോളൂ. ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് എല്ലാ പാർട്ടികളും ധാരാളം അവരുടെ വരുമാനത്തിനേക്കാളും കൂടുതൽ ഇറങ്ങുന്നുള്ളതെല്ലാം ബോധ്യമാണ്. ഈ പണം എവിടെ നിന്ന് വരുന്നു? ഇത് ആരും അന്വേഷിക്കുന്നില്ല. ഇത് കള്ളപ്പണം അല്ലാതെ എന്താണ്? അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാ പാർട്ടിയിലും ഉണ്ട് അഴിമതിക്കാർ. പക്ഷേ ചില പാർട്ടികൾ കുറവായിരിക്കുന്നു. അവർക്ക് ഭരിക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ടാണ്. ഭരിക്കാൻ അവസരം കിട്ടിയാൽ എല്ലാത്തിലും ഈക്വലായിട്ട് തന്നെ വരുന്നുള്ളതാണ് എൻ്റെ നിഗമനം. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ 3 പേരുണ്ട്, റെപ്രസെൻറ്റേറ്റീവ്സ്. അവരോട് ഒരു ചോദ്യമാണ്. BJPയിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്ത ആളോട്, ശ്രീ ഉണ്ണിത്താൻ സാറിൻ്റെ പാർട്ടിക്ക് ഞെട്ടാനുള്ള അവസരം ഈ മഹാരാഷ്ട്ര ഗവൺമെൻറ് രൂപീകരണത്തിന് ശേഷം ഉടനെ കൊടുക്കുമോ? ഇതിൽ പ്രമുഖരായ മഹാരാഷ്ട്രയിലെ മന്ത്രിയുണ്ട്, കോൺഗ്രസ് മന്ത്രിമാരുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തിലെ ആൾക്കാരുണ്ട്,
പി സി ജോർജ്, ഇപ്പോൾ അഴിമതി വിരുദ്ധത്തിൻ്റെ ചെയർമാൻ പി സി ജോർജിൻ്റെ ബന്ധുക്കൊക്കെ ഉണ്ട്, എല്ലാവർക്കും വിദേശ പണമുണ്ട്, തെളിവുകൾ സഹിതമുണ്ട്. പിന്നെ ഞെട്ടണം എന്ന് പറഞ്ഞത് ഇവിടുത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയാതീവത പഠിത്തമൊന്നും വേണ്ട. BJP ഗവൺമെൻറ്റിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ 2 സ്റ്റേറ്റ് കൂടി അവർക്ക് കിട്ടിയത്. ഇന്ത്യൻ ജനത കോൺഗ്രസ്സിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ ഞെട്ടലിന് ഇവർ മഹാരാഷ്ട്ര ഈ ലിസ്റ്റ് ഇപ്പോൾ പുറപ്പെടുവിക്കാൻ ഈ ലിസ്റ്റ് ഇപ്പൊ പുറപ്പെടുവിക്കാത്തത് മഹാരാഷ്ട്ര സർക്കാരിന്റെ രൂപീകരണത്തിനോടനുബന്ധിച്ച് ഉടൻ മഹാരാഷ്ട്രയിലെ മന്ത്രിയുണ്ട്, കോൺഗ്രസിന്റെ പ്രമുഖരായ ആളുകളുണ്ട്. ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായി ധനം നിക്ഷേപിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് വെളിയിൽ കൊണ്ട് നിക്ഷേപിക്കുന്നത്. അതായത് നികുതി വെട്ടിക്കുക, വരുമാനം കുറച്ച് കാണിച്ചുകൊണ്ട് നികുതി വെട്ടിക്കുക, അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതിയിൽ വരവ് ചെലവ് കുറച്ച് കാണിക്കുക. അതൊക്കെ മനസ്സിലായി. ഈ വിധത്തിലുള്ള പണമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ, പിന്നെ ഒരു ഡോക്ടറുടെ കേസ് പറഞ്ഞു 50,000 രൂപ വെച്ച് 3 വർഷം, അതിൽ കൃത്യമായ വ്യവസ്ഥ, അതിലും സർക്കാർ പറഞ്ഞിട്ടുള്ള നികുതി കൊടുക്കാൻ കഴിഞ്ഞാൽ ഇവിടുത്തെ ബാങ്കിൽ തന്നെ നിക്ഷേപിക്കാവുന്നതാണ്. അതുകൊണ്ട് കിടക്കുന്ന അവിടെ ഇരട്ട നികുതി ഒഴിച്ച്, അതായത് ആ രാജ്യത്ത് മറ്റൊരു വിദേശ രാജ്യത്ത് തൊഴിൽ ചെയ്യുകയോ ബിസിനസ് ചെയ്യുകയോ ചെയ്ത് സമ്പാദിക്കുന്ന ധനം ഒഴിച്ച് ബാക്കി വരുന്ന എല്ലാ പണവും ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് അവകാശപ്പെട്ടതാണ്. അതിവിടെ കൊണ്ടുവരികയും ഇവരെ ഈ നികുതി വെട്ടിച്ചതിന് ഇവരുടെ പേരിൽ നിയമ നടപടി എടുക്കേണ്ടതും ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. രണ്ടാമത് ഉണ്ണി സാറ് പറഞ്ഞ ഒരു കാര്യത്തിലോട്ട് ഞാൻ വരികയാണ്. സാറ് പറഞ്ഞു, അത് വളരെ സന്തോഷത്തോടെ അംഗീകരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും വിലക്കയറ്റവും കൊണ്ടാണ് ജനം പൊറുതിമുട്ടി BJP പോലും പ്രതീക്ഷിക്കാത്ത ഭരണം കൊടുത്തതെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കള്ളപ്പണത്തെ കുറിച്ചാണ് ചർച്ച. അദ്ദേഹം ഇവിടെ പറഞ്ഞു ദേശീയ തലത്തിൽ കോൺഗ്രസ് തോറ്റു, മഹാരാഷ്ട്രയിൽ തോറ്റു കോൺഗ്രസ്. നമ്മൾ അതിവിടെ ചർച്ച ചെയ്യാനാണെങ്കിൽ അതിനൊരു ദിവസം വേണ്ടി. പക്ഷേ അങ്ങവിടെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു വരി അതിനെക്കുറിച്ച് പറയാതെ ഈ ചർച്ചയിൽ പോകുന്നത് ശരിയല്ല. കാരണം കഴിഞ്ഞ 2014 16-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങൾ 66.4% ജനങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ആ വോട്ടിൽ 31% വോട്ടാണ് നരേന്ദ്രമോദിക്ക് കിട്ടിയത്.